വിഷു റിലീസസിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്ന സിനിമ ആലപ്പുഴ ജിംഖാനയാണല്ലോ. അപ്പോൾ ഇതിനൊരു ഫിലിം ക്രിട്ടിക്കായിലൂടെയൊക്കെ ഇതൊന്ന് റിവ്യൂ ചെയ്യാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാനൊന്ന് സ്റ്റക്കാവാനുള്ള സാധ്യത നന്നായിട്ട് കാണുന്നുണ്ട്. കാരണം ഈ സിനിമ ഒരു സ്പോർട്സ് ഫിലിം എന്ന ലേബലിൽ വേറൊരു അപ്രോച്ചിൽ വരുന്ന സിനിമയാണ്. അപ്പോൾ നമ്മൾ ഈ സ്പോർട്സ് ഫിലിം എന്ന ഒരു കാറ്റഗറിയിലൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടല്ലോ. ഒരു സ്ട്രോങ് പ്ലോട്ട്, അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ സ്കെച്ചസ്, അതുപോലെ ഇമോഷണൽ കരിയർ പ്രഷേഴ്സ്, ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒന്നും കിട്ടാനില്ല ഈ സിനിമയിൽ. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഈ സിനിമ സക്സസ് ആയി എന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ ഖാലിദ് റഹ്മാൻ ടെക്നിക്സിലേക്ക് നമ്മളിങ്ങനെ എൻ്റർ ചെയ്യേണ്ടി വരിക. അതിനെക്കുറിച്ചൊരു നമുക്കൊരു ശരിക്കൊരു റീസെർച്ച് നമ്മൾ നടത്തുന്നത് അവിടെയാണ്. സിനിമയുടെ ഫസ്റ്റ് ഷോട്ട് നിങ്ങൾ നോക്കിയിരുന്നോ? കണ്ട ആൾക്കാർക്ക് അറിയാം. അതിൽ തന്നെ സിനിമയുടെ ടോൺ സെറ്റായി കഴിഞ്ഞു. അതായത് ഒരുമിച്ച് കളിച്ച് വളർന്ന് ഒരുമിച്ച് സ്കൂളിങ് ചെയ്ത് നല്ല ബോണ്ട്, സ്പേസും ഫ്രീഡൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ബോയ്സ്. അവർ ഒരുമിച്ച് തോൽക്കുകയും ചെയ്തു പ്ലസ് 2-ൽ. അപ്പോൾ അവരൊരു ക്വിക്ക് ഫിക്സ് ആയിട്ട് കണ്ടുപിടിക്കുന്ന ഒരു ഓപ്ഷനാണ് ബോക്സിങ് പഠിക്കാൻ പോകുക എന്നുള്ളത്. അപ്പോൾ ഇത്രയും ലേസി ആയിട്ടുള്ള ആൾക്കാർ ഇത്ര ഫിസിക്കൽ എഫേർട്ടും പിന്നെ ഡെഡിക്കേഷനൊക്കെ വേണ്ട ബോക്സിങ് പോലൊരു സ്പോർട്ടായിട്ടും പഠിക്കാൻ പോയാൽ എന്തായാലും അവിടെ സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഓഡിയൻസ് ഓൾറെഡി സെറ്റായി. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു സിനാരിയോസ്, ആ സിറ്റുവേഷൻ, കോമഡീസൊക്കെ നീറ്റായി ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ ഒരു നല്ല രീതിയിൽ ഫോളോയും ചെയ്യുന്നുണ്ട്. വളരെ നാച്ചുറലായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഒന്നും സാധനം നമ്മൾ ക്രിയേറ്റ് ചെയ്തായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഇവരുടെ ആ ഒരു വൈബും ടോണിലുള്ള ഡയലോഗ്സ് ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ ഇവരുടെ ഇടയിലുള്ള സോഫ്റ്റ് പെഞ്ച് വൺ ലൈനേഴ്സ് അതൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ഡയലോഗ് എഴുതിയിട്ടുള്ള രതീഷ് രവിയാണ്. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊന്നും പറയാനില്ല. അപ്പോൾ ഈ സംഭവം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓഡിയൻസിനെ നന്നായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, ഖാലിദ് റഹ്മാൻ സിനിമകളുടെ ഏറ്റവും വലിയ സിഗ്നേച്ചർ എന്താണ്? ടെക്നിക്കൽ പെർഫെക്ഷൻ അല്ലേ. തല്ലുമാലയിലൊക്കെ നമ്മളത് കണ്ടതാണ്. അപ്പോൾ അതേ സിനിമയിൽ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജംഷി ഖാലിദിൻ്റെ സിനിമാറ്റോഗ്രാഫി, വിഷ്ണു വിജയ് മ്യൂസിക്, വിഷ്ണു ഗോവിന്ദിൻ്റെ വീഡിയോഗ്രാഫി. ഇനി ഇതിനേക്കാളൊക്കെ സിനിമനെ എൻഹാൻസ് ചെയ്യുന്ന വേറൊരു സംഭവമാണ് ഈ സിനിമയുടെ ഫ്ലോലെസ് എഡിറ്റിംഗ്. നമ്മൾ സീൻസ് ഒന്നും ഇത് ചേഞ്ച് ചെയ്യണം നമ്മൾ അറിയ പോയില്ല. ഫസ്റ്റ് ഹാഫൊക്കെ പോകുന്നത് എന്ത് ക്യുക്കായിട്ടാണെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത് നിഷാദ് യൂസഫാണ്. തല്ലുമാലയുടെയും എഡിറ്ററായിരുന്നു. ഹീസ് നോ മോർ വിത്ത് ദിസ്. ഇനി ഇതിൻ്റെ നമുക്ക് ഇനി നോക്കാനുള്ളത് ആക്ടേഴ്സ് ആണല്ലോ. നമുക്ക് നെസ്ലിനെ ഈ സിനിമയിലെ ഒരു ഫുൾ ക്രെഡിറ്റ് കൊടുക്കാനൊന്നും പറ്റില്ല. എല്ലാ ബോയ്സും ഈക്വലായിട്ട് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ സന്ദീപ് ഉണ്ട്, പിന്നെ ബേബി ജീനുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫ്രാങ്കോ, ഇവരൊക്കെ കൂടെ നമ്മളെ നല്ലൊരു ഫിസിക്കൽ നമ്മുടെ ഗണപതി വരുന്നുണ്ട്. അതുപോലെ കോച്ചായിട്ട് വരുന്ന ലുക്മാനും അത്യാവശ്യം നന്നായിട്ടാണ് ഈ റോള് ഡീൽ ചെയ്തത്. അതായത് ഒരു പെർഫെക്റ്റ് സിങ്ക് ആണ് ഈ ഗ്യാങ്ങിൻ്റെ. അതാണ് ഈ സിനിമയിലേക്ക് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള വേറൊരു എലമെൻറ്റ്. അങ്ങനെ ഇങ്ങനെ ഒരു ഓളത്തിൽ നമ്മളെ കൊണ്ടുപോയിട്ട് പിന്നെ ഒരു സ്ഥലത്ത് വലിയ പഞ്ചൊന്നുമില്ലാതെ എൻ്റെ ചെയ്യുന്ന ഒരു സിനിമയാണ് ആലപ്പുഴ ജിംഖാന.